നമ്മൾ രാജ്യ തലസ്ഥാനത്തേക്ക് പോകുന്നു. അവിടെ പ്രതിപക്ഷ പ്രതിഷേധം തുടരുന്നതിനിടെ പാർലമെന്റിൽ സുപ്രധാന ബില്ലുമായി കേന്ദ്ര സർക്കാർ. ക്രിമിനൽ കേസിൽ അറസ്റ്റിലായി 30 ദിവസം കസ്റ്റഡിയിൽ കഴിഞ്ഞ് മന്ത്രിമാരെ നീക്കം ചെയ്യാൻ വ്യവസ്ഥ ചെയ്യുന്ന ബില്ല് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിമാർക്കും ഇത് ബാധകമാണ്. ജമ്മുകശ്മീർ പുനഃസംഘടനാ ബില്ലും ഓൺലൈൻ ഗെയിമിംഗ് ആപ്പുകളെ നിയന്ത്രിക്കുന്നതിനുള്ള ബില്ലും ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ബില്ലുകളാണ് ഇന്ന് വരുന്നത്. ബൽറാം നെടുങ്ങാട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ. ബൽറാം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ബൽറാം. അങ്ങനെ ഒരു ബില്ലിനെ പറ്റി നേരത്തെ കേൾവിയുള്ളതാണോ, അത് പെട്ടെന്ന് വരുന്ന ബില്ലാണോ, അതിന് പിന്നിലെ കാര്യകാരണങ്ങൾ എന്താണ് ബൽറാം? ഹഷ്മി, സ്മിത, ഈ ബില്ല് അപ്രതീക്ഷിതമായ ഒരു നീക്കമാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെ പറയാം. കാരണം ഇന്നലെ രാത്രിയോടെയാണ് ഈ ബില്ല് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ലോക്സഭയുടെ അജണ്ടയിൽ ലിസ്റ്റ് ചെയ്ത് ചേർത്തിരിക്കുന്നത്. റിവൈസ്ഡ് പട്ടികയിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് സുപ്രധാനമായ വ്യവസ്ഥകൾ ഈ ബില്ലിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നിർണായകം. ക്രിമിനൽ കേസുകളിൽ അറസ്റ്റിലാകുന്ന മന്ത്രിമാർ, അല്ലെങ്കിൽ അത് മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ വരെയാകാം, അവർ ഈ അറസ്റ്റിലായി കസ്റ്റഡിയിൽ 30 ദിവസം പിന്നിട്ട് കഴിയുമ്പോൾ 31-ാം ദിവസം അവർ അയോഗ്യരാകുന്ന, അല്ലെങ്കിൽ അവരെ പുറത്താക്കാൻ കഴിയുന്ന വ്യവസ്ഥ ഉൾപ്പെട്ടതാണ് ഈ ഒരു ബില്ല് എന്നുള്ളത്. അത് ഈ ബില്ല് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്ന ഉടൻ തന്നെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും വലിയ പ്രതികരണങ്ങൾ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്ന ഒരു കാര്യം എന്നുള്ളത് പ്രതിപക്ഷത്തെ ഈ ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുന്നു എന്നുള്ളതാണ്. ED രജിസ്റ്റർ ചെയ്യുന്ന കേസുകൾ പലപ്പോഴും ഗൗരവ സ്വഭാവമുള്ളതാകും. 5 വർഷമോ അതിൽ കൂടുതലോ തടവിന് ശിക്ഷിക്കപ്പെട്ട, അല്ലെങ്കിൽ അത്തരം കേസുകളിൽ അറസ്റ്റിലായി 30 ദിവസത്തെ കസ്റ്റഡി പൂർത്തിയാകുന്നവർക്ക് ഈ ബില്ലിലെ വ്യവസ്ഥയനുസരിച്ച് പുറത്തു പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇത് മനഃപൂർവ്വം തന്നെ പ്രതിപക്ഷത്തെ ലക്ഷ്യം വെച്ച്, പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ അട്ടിമറിക്കാൻ ലക്ഷ്യം വെച്ചാണ് എന്നൊരു ആരോപണം പ്രതിപക്ഷം ഇതിനകം തന്നെ ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം രാജ്യത്ത് ഇത്തരത്തിലുള്ള കേസുകൾക്ക് ഇത് ബാധകമാണോ ബൽറാം? ED കേസുകൾക്ക് ഇത് ബാധകമാണോ? ആ നിയമത്തിന് മുൻകാല പ്രാബല്യം ഉണ്ടാവുമോ? ഹഷ്മി, ഈ ബില്ലിലെ വ്യവസ്ഥയനുസരിച്ച് 5 വർഷം വരെ, അല്ലെങ്കിൽ 5 വർഷത്തിൽ കൂടുതൽ ശിക്ഷിക്കപ്പെടാവുന്ന വകുപ്പുകളിൽ അറസ്റ്റിലായി 30 ദിവസത്തെ കസ്റ്റഡി, തുടർച്ചയായി 30 ദിവസത്തെ കസ്റ്റഡി പൂർത്തിയാക്കി 31-ാം ദിവസം ആകുമ്പോഴേക്കും ആ മന്ത്രി, അത് പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഉൾപ്പെടെയുള്ളവർക്ക് ബാധകമാണ്. അവർ പദവി ഒഴിയണം, അല്ലെങ്കിൽ അവരെ പുറത്താക്കാൻ കഴിയുന്ന വ്യവസ്ഥ ഈ ബില്ലിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബില്ല് ദുരുപയോഗം ചെയ്യപ്പെട്ടേക്കുമെന്ന ആശങ്കയാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉയരുന്നത്. അതേസമയം ഈ ഭരണസ്തംഭനം അടക്കമുള്ളവ ഒഴിവാക്കുന്നതിനാണ് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു ബില്ല് എന്ന ന്യായീകരണമാണ് ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ ജമ്മുകശ്മീർ പുനഃസംഘടനാ ബില്ലും, ഭരണഘടന 130 ഭേദഗതി ബില്ല്, കൂടാതെ കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ബില്ല് എന്നിങ്ങനെ 3 ബില്ലുകളാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഇതിനായി കൊണ്ടുവരുന്നത്. ഇതോടൊപ്പം തന്നെ ഗെയിമിംഗ് ആപ്പുകളെ നിയന്ത്രിക്കുന്നതിനുള്ള മറ്റൊരു ബില്ല് ഇന്ന് ലോക്സഭയിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അവതരിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഈ ബില്ല് രാത്രി വൈകിയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നത് എന്നതിനാൽ തന്നെ ഇന്ന് പാർലമെന്റ് സമ്മേളിക്കുന്നതിന് മുമ്പായി പ്രതിപക്ഷ യോഗം ചേർന്ന് തുടർ നടപടികൾ തീരുമാനിക്കും. ഹഷ്മി, സ്മിത. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ഹാഷ്മി പറഞ്ഞതുപോലെ തന്നെ ഈ 30 ദിവസത്തെ അറസ്റ്റ് അല്ലെങ്കിൽ കസ്റ്റഡി എന്നുള്ളത് കൊണ്ട് ഒരാൾ കുറ്റക്കാരനാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബില്ല് ദുരുപയോഗം ചെയ്യപ്പെടുമോ എന്നുള്ള ഒരു ആശങ്ക പ്രതിപക്ഷത്തിനുണ്ട്. അതിന് കാരണം പോയ കാലങ്ങളിലെ ED കേസുകൾ, EDകളുടെ കണക്കുകൾ പാർലമെന്റിൽ തന്നെ പ്രതിപക്ഷത്തിന് കൊടുത്ത മറുപടി, അതിൻ്റെ വളരെ തുച്ഛമായ, വളരെ പരിതാപകരമായ കൺവിക്ഷൻ റേറ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോഴേക്കും ഇതൊക്കെ അതിൻ്റെ ബാധകമാകുമോ എന്ന പ്രതിപക്ഷം ആശങ്കപ്പെടുന്നുണ്ട്. നോക്കാം എന്താകും അതിൻ്റെ പരിണിത ഫലം എന്ന കാര്യം.